ഹായ് ഓൾ, ഇന്ന് നമ്മൾ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഓഫ് എൻ AP ആണ് പഠിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കൊരു സം ചെയ്യണം. സം ഓഫ് ഫസ്റ്റ് 100 ടേംസ് ആണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, സം ഓഫ് 100 ടേംസ് 1, 2, 3 അപ് ടു 100 വരെ നമുക്ക് സം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേ സാധനത്തിന് നമുക്ക് തിരിച്ച് എഴുതാം. 100 പ്ലസ് 99 പ്ലസ് 98 പ്ലസ് അപ് ടു 1 നമുക്ക് തിരിച്ച് എഴുതാം. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 1 പ്ലസ് 100 എന്ന് പറഞ്ഞാൽ 101 പ്ലസ് 2 പ്ലസ് 99 എന്ന് പറഞ്ഞാൽ അത് 101 പ്ലസ് 3 പ്ലസ് 98 പറഞ്ഞാൽ അത് 101 അപ് ടു 100 ടൈംസ് നമുക്ക് കിട്ടും. ഇതെന്താ, എസും കൂടി കൂട്ടിയാൽ 2s എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 2s ഈക്വൽ ടു 101 ഇൻറ്റു 100 എന്ന് പറയാം. അപ്പൊ എസ് എന്തായിരിക്കും, s equal to 101 into 100 by 2. ഓക്കെ, ഈക്വൽ ടു എന്താ, 50 ആണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. ഇതിപ്പോ 1 to 100 വരെയുള്ളതാണ് നമുക്ക് കിട്ടിയത്. ഇനിയിപ്പോ നമുക്ക് ജനറൽ ആയിട്ട് എടുക്കാം. ജനറൽ ആയിട്ട് എങ്ങനെ എടുക്കാം, ആദ്യം s ഈക്വൽ ടു ഫസ്റ്റ് ടേം എന്താ, a പ്ലസ് d പ്ലസ് a പ്ലസ് 2d അപ് ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന് നമുക്ക് എഴുതാം. ഇതേ എസ് നമുക്ക് എങ്ങനെ തിരിച്ചു എഴുതാം, ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d പ്ലസ് a പ്ലസ് n മൈനസ് 1 n മൈനസ് 2 ഇൻറ്റു d പ്ലസ് അപ് ടു a എന്ന് എഴുതാം. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 2s ഈക്വൽ ടു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന് കിട്ടും. അതേപോലെ നമുക്ക് എന്ത് പറയാം, 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d പ്ലസ് അങ്ങനെ എഴുതാം. ഇതങ്ങനെ എത്ര പ്രാവശ്യം ഉണ്ടാവും, ഇത് അപ് ടു n ടൈംസ് ഉണ്ടാവും. n നമ്പേഴ്സ് അല്ലേ, അപ്പൊ n ടൈംസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 2s ഈക്വൽ ടു n ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, എസ് ഈ 2നെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. അപ്പൊ എസ് ഈക്വൽ ടു എന്ത് വരും, n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന് നമുക്ക് എഴുതാം. ഇതിനാണെങ്കിൽ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, n/2 ഇൻറ്റു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന് നമുക്ക് എഴുതാം. a എന്താ, ഫസ്റ്റ് ടേം. അപ്പം നമുക്ക് n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d പറഞ്ഞാൽ ലാസ്റ്റ്. n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ചെയ്താൽ നമുക്ക് s കിട്ടും. അപ്പൊ നമുക്ക് ജനറൽ ഇക്വേഷൻ എന്താ, s ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ആണ് നമ്മളുടെ ജനറൽ ഇക്വേഷൻ. നമുക്ക് ഫസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം എന്നും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ വഴി ഉത്തരം കണ്ടെത്താം. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു വെക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എസ് എൻ എന്താ, n/2 ഇൻറ്റു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന് നമുക്ക് പറയാം. എസ് n മൈനസ് 1 n/2 ഇൻറ്റു a പ്ലസ് n മൈനസ് 2 ഇൻറ്റു d എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിലോ Sn മൈനസ് Sn മൈനസ് 1 എന്താ, an ആണ്. ഓക്കെ, ഇത് നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് പഠിച്ചു വെക്കാം. Sn മൈനസ് Sn മൈനസ് 1 എന്ന് പറഞ്ഞാൽ an ആണ്. an എന്ന് പറഞ്ഞാൽ എന്താ, an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 22 ടേംസ് ഓഫ് ദ AP 8, 3, -2 അപ് ടു ഇൻഫിനിറ്റി. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം a എഴുതി വെക്കാം. a എന്താ, ഈക്വൽ ടു 8. ഇൻഫിനിറ്റി വരെ പോകുന്ന AP ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ടൈം അറിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, n തന്നിട്ടുണ്ട് 22 ആണ്. അപ്പൊ n ഈക്വൽ ടു 22 എന്ന് നമുക്ക് പറയാം. Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ആണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. n എന്താ, 22/2 ഇൻറ്റു 2a എന്ന് പറഞ്ഞാൽ 16 പ്ലസ് n മൈനസ് 1 21 ഇൻറ്റു d എന്താണ്, 3 മൈനസ് 8 എന്ന് പറഞ്ഞാൽ എത്രയാ, 3 മൈനസ് 8
ഈക്വൽ ടു 22/2 എന്ന് പറഞ്ഞാൽ 11 ഇൻറ്റു 16 പ്ലസ് 3 മൈനസ് 8 എന്താ -5 ഇൻറ്റു 21 ഈക്വൽ ടു 11 ഇൻറ്റു 16 മൈനസ് 105 എന്താണ് 11 ഇൻറ്റു -89 11 ഇൻറ്റു 89 എന്ന് പറഞ്ഞാൽ എത്രയാ -979 ഇതാണ് നമ്മളുടെ ഉത്തരം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If the sum of the first 14 terms of an AP is 1050, its first term is 10, find the 20th term. എന്താ പറഞ്ഞിട്ടുള്ളത്? Sum of first 14 terms 1050 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? S14 equal to 1050. ഫസ്റ്റ് ടേം 10 ആണെന്ന് തന്നിട്ടുണ്ട്. A equal to 10. ഓക്കെ, പിന്നെ നമുക്ക് അറിയുന്നത് ഡി തന്നിട്ടില്ല. A 20 ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എസ് എൻ്റെ ഇക്വേഷൻ എഴുതാം. എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി. എസ് എൻ്റെ വാല്യൂ എന്താ 1050. n/2 എന്ന് പറഞ്ഞാൽ എത്രയാ 14/2 എന്ന് പറഞ്ഞാൽ 7 ആണ്. ഈക്വൽ ടു 7 2a പറഞ്ഞാൽ 20 പ്ലസ് 14 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 13d equal to 1050. 140 plus 7 into 13d equal to 1050. 7 into 13 എന്ന് പറഞ്ഞാൽ എത്രയാ 91d equal to 1050 minus 140. 1050 minus 140 എന്ന് പറഞ്ഞാൽ 910. 91d equal to 910 എന്ന് പറഞ്ഞാൽ d equal to എന്തോന്നു 10 ആണ് നമ്മളുടെ ഉത്തരം. d 10 ആയിട്ട് കിട്ടി. ഇനിയോ a 20 ആണ് കാണാൻ പറഞ്ഞത്. നമുക്ക് an equal to എന്താ a plus n-1 into d ആണ് നമുക്ക് ജനറൽ ഇക്വേഷൻ. a എന്താ 10 പ്ലസ് n എന്താ 20 മൈനസ് 1 ഇൻറ്റു d. d എത്രയാ 10. 20 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 19 ഇൻറ്റു 10 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു 10 എന്താ 200. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. How many terms of the AP 24, 21, 18 up to infinity must be taken so that their sum is 78? Sum 78 ആയിട്ട് കിട്ടണമെങ്കിൽ എത്ര ടേംസ് ഓഫ് ദ AP എടുക്കണം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഫസ്റ്റ് ടേം എഴുതാം. ഫസ്റ്റ് ടേം ഈക്വൽ ടു 24. ഡി എന്താ 21 മൈനസ് 24 ഈക്വൽ ടു -3. എയും ഡിയും കിട്ടി. നമുക്ക് എൻ അറിയോ? എൻ അറിയില്ല. എസ് എൻ എന്താ 78 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ അറിയാം? ജനറൽ ഇക്വേഷൻ എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് നമുക്കറിയാം. എസ് എൻ ഈക്വൽ ടു 78 ആണ്. n എന്താണെന്ന് നമുക്കറിയില്ല. n/2 2a 2 എന്ന് പറഞ്ഞാൽ 48 പ്ലസ് n-1 എന്ന് പറഞ്ഞാൽ എന്താ n അറിയില്ല. അപ്പം നമുക്ക് അവിടെ തന്നെ എഴുതാം. ഡി എത്രയാ -3. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? n/2 ഇൻറ്റു 48 മൈനസ് 3n പ്ലസ് 3 ഈക്വൽ ടു 78. n ഇൻറ്റു 51 മൈനസ് 3n ഈക്വൽ ടു എന്താണ് 78 ഇൻറ്റു 2 156 മൈനസ് 3n സ്ക്വയർ പ്ലസ് 51n മൈനസ് 156 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3n സ്ക്വയർ ഈ മൈനസ് 51n പ്ലസ് 156 ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം. 3n സ്ക്വയർ മൈനസ് 51n പ്ലസ് 156 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാത്തിനെയും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? n സ്ക്വയർ മൈനസ് 17n പ്ലസ് 52 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടറൈസ് എങ്ങനെയാ? സ്പ്ലിറ്റിംഗ് നമ്മൾ ടേം വെച്ചിട്ട് ചെയ്യാം. n സ്ക്വയർ മൈനസ് 14n മൈനസ് 3n പ്ലസ് 52 എന്ന് എഴുതാം. n ഇൻറ്റു n മൈനസ് 3 മൈനസ് 14 ഇൻറ്റു n മൈനസ് 3 എന്ന് നമുക്ക് എഴുതാം. n മൈനസ് 14 into n minus 3 equal to 0. Then n എന്താ? n equal to 14 or n equal to 3 എന്ന് എഴുതും. ഇതിന്റെ രണ്ട് വാല്യൂസും പോസിബിൾ ആണ്. അതായത് ബോത്ത് വാല്യൂസ്
ആർ അഡ്മിസിബിൾ. കാരണം എന്താ, ഈ രണ്ട് വാല്യൂസും പോസിബിൾ ആണ്. കാരണം എ പോസിറ്റീവും ഡി നെഗറ്റീവും ആണ്. അപ്പൊ അത് നെഗറ്റീവ് വാല്യൂസിലേക്ക് പോകുന്ന ഒരു എ പി ആണ്. അപ്പൊ സമ്മ് ഇടയ്ക്ക് വെച്ച് 0 ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് സം ഓഫ് ഫസ്റ്റ് 1000 പോസിറ്റീവ് ഇൻഡിജേഴ്സ്, ദ ഫസ്റ്റ് n പോസിറ്റീവ് ഇൻഡിജേഴ്സ്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഫസ്റ്റ് 1000 പോസിറ്റീവ് ഇൻഡിജേഴ്സിന്റെ സം നോക്കാം. അപ്പൊ നമുക്ക് n ഈക്വൽ ടു 1000 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എസ് എൻ എന്താ, എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി. എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി ആണ് നമ്മളുടെ ജനറൽ ഇക്വേഷൻ. n എന്താ 1000 ആണ് ബൈ 2. a എന്താ 1 ആണ്. n-1 എന്ന് പറഞ്ഞാൽ എന്താ 1000 മൈനസ് 1 ഇൻറ്റു ഡി. ഡി എന്താ 1 ആണ്. ഈക്വൽ ടു 1000 ബൈ 2 ഇൻറ്റു 1000 മൈനസ് 1 എന്താ 999 പ്ലസ് 2 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഈക്വൽ ടു എന്താ 1000 ബൈ 2 ഇൻറ്റു 1001 എന്താണ് 1000 ബൈ 2 ഇൻറ്റു 1001 എന്താ 500 ആണ് നമ്മളുടെ ഉത്തരം. ഇനി നമ്മൾ എന്താ ചോദിച്ചിട്ടുള്ളത്, ഫസ്റ്റ് n പോസിറ്റീവ് ഇൻഡിജേഴ്സിന്റെ സമ്മാണ് ചോദിച്ചിട്ടുള്ളത്. n എന്താണെന്ന് നമുക്ക് അറിയില്ല. a എന്താ 1, d ഈക്വൽ ടു 1. അപ്പൊ എസ് എൻ എന്താണ്, എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി ആണ് നമ്മളുടെ ജനറൽ ഇക്വേഷൻ. n എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ നമുക്ക് അത് അതേപോലെ തന്നെ എഴുതാം. 2a എന്ന് പറഞ്ഞാൽ എന്താ 2 പ്ലസ് n-1 അറിയില്ല, ഡി അതന്നെ. അപ്പൊ നമുക്ക് എന്ത് പറയാം, n/2 ഇൻറ്റു 2 പ്ലസ് n-1 എന്ന് പറഞ്ഞാൽ എന്താ n+1 ഈക്വൽ ടു n ഇൻറ്റു n+1/2 എന്നാണ് നമ്മളുടെ ജനറൽ ഇക്വേഷൻ. ഇത് നമ്മൾ പഠിച്ചു വെക്കണം. ഫസ്റ്റ് n പോസിറ്റീവ് ഇൻഡിജേഴ്സിന്റെ സമ്മാണ് n ഇൻറ്റു n+1/2 എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 24 ടേംസ് ഓഫ് ദ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഹൂസ് nth ടേം ഈസ് ഗിവൺ ബൈ an ഈക്വൽ ടു 3 പ്ലസ് 2n. an എന്ന് പറയുന്നത് 3 പ്ലസ് 2n ആവുന്ന കേസിലുള്ള ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിന്റെ 24 ടേംസിന്റെ സമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, a1 എന്താന്ന് നോക്കാം. a1 ഈക്വൽ ടു 3 പ്ലസ് 2 ഇൻറ്റു 1 എന്താ 5. a2 എന്താ 3 പ്ലസ് 2 ഇൻറ്റു 2 എന്താ 4 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 7. a3 പറഞ്ഞാൽ 3 പ്ലസ് 2 ഇൻറ്റു 3 എന്താണ് 6 പ്ലസ് 3 9. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് 3 ടേംസ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, d ഈക്വൽ ടു a3 മൈനസ് a2 എന്താണ് 2 എന്ന് പറയാം. എയും കിട്ടി ഡിയും കിട്ടി. പിന്നെന്താ നമുക്ക് വേണ്ടത്, n ആണ്. സം ഓഫ് ഫസ്റ്റ് 24 ടേംസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ n ഈക്വൽ ടു 24. എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി ആണ് നമ്മളുടെ ജനറൽ ഇക്വേഷൻ. n/2 എന്ന് പറഞ്ഞാൽ 24/2 ഇൻറ്റു 2a എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 5 പ്ലസ് n-1 24 മൈനസ് 1 ഇൻറ്റു ഡി എത്രയാ 2. 24/2 എത്രയാ 12 ഇൻറ്റു 2 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 10 പ്ലസ് 24 മൈനസ് 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാ 23 ഇൻറ്റു 2. 23 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 46 ആണ്. 12 ഇൻറ്റു 56. 56 ഇൻറ്റു 12 പറഞ്ഞാൽ എത്രയാ 56 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ 672 ആണ് നമ്മുടെ ഉത്തരം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A manufacturer of TV sets produced 600 sets in the third year, 700 sets in the seventh year. Assuming that the production decreases uniformly by a fixed number every year. Find the production in first year, the production in 10th year, the total production in first 7 years. എന്താ വന്നിട്ടുള്ളത്, 600 സെറ്റ് ഏത് ഇയറിലാ തേർഡ് ഇയറിൽ. അപ്പൊ a3 ഈക്വൽ ടു 600 എന്ന് തന്നിട്ടുണ്ട്. a7 എന്താ 700. a7 എന്ന് പറഞ്ഞാൽ 700 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ അറിയാം, a3ന്റെ ജനറൽ ഇക്വേഷൻ എന്താ, an ഈക്വൽ ടു a പ്ലസ് n-1 ഇൻറ്റു ഡി ആണ്. അങ്ങനെയാണ് a3 എന്തായിരിക്കും, a3 ഈക്വൽ ടു a പ്ലസ് 2d ഈക്വൽ ടു 600. ഇത് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ. a7 ഈക്വൽ ടു a പ്ലസ് 6d ഈക്വൽ ടു 700. ഇത് നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം,
ഇത് രണ്ടും മൈനസ് ചെയ്യാം. 2 മൈനസ് 1 എന്താണ് 60 മൈനസ് 2d എന്ന് പറഞ്ഞാൽ 4d ഈക്വൽ ടു 700 മൈനസ് 600 ഈക്വൽ ടു എന്താ 100. അപ്പൊ d എന്താ 25 എന്ന് കിട്ടി. d 25 ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് d ഈക്വൽ ടു 25 ഇൻ ഏതാ ഫസ്റ്റ് ഇക്വേഷൻ a പ്ലസ് 2d a പ്ലസ് 50 ഈക്വൽ ടു 600. a പ്ലസ് 50 ഈക്വൽ ടു 600 ആണ്. a എന്താ 550. അപ്പൊ എയും കിട്ടി. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ. ഫസ്റ്റ് ഇയറിൽ എത്ര ടി വി സെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു? അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് ടി വി സെറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഫസ്റ്റ് ഇയർ ഈക്വൽ ടു 550. ഇനി നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? പ്രൊഡക്ഷൻ ഇൻ 10th ഇയർ ആണ് ചോദിച്ചത്. അപ്പൊ എ 10 ആണ് ചോദിച്ചത്. അത് എന്താ എ പ്ലസ് 9d ഈക്വൽ ടു 550 പ്ലസ് 9 ഇൻറ്റു 25 എത്രയാ 550 പ്ലസ് 225 എന്താണ് 775. അടുത്തായിട്ട് നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻ 7 ഇയേഴ്സ്. ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d ആണ് നമ്മളുടെ ജനറൽ ഇക്വേഷൻ. ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻ 7 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഈക്വൽ ടു S7 ഈക്വൽ ടു എന്താണ് 7/2 ഇൻറ്റു 2a 2 ഇൻറ്റു 550 പ്ലസ് n എന്താ 7 മൈനസ് 1 ഇൻറ്റു d 25. 7/2 ഇൻറ്റു 1100 പ്ലസ് 7 മൈനസ് 1 ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ 150 ഈക്വൽ ടു 7/2 ഇൻറ്റു 1250 എന്താണ് 7 ഇൻറ്റു 625. 7 ഇൻറ്റു 625 എന്ന് പറഞ്ഞാൽ എത്രയാ 4375 ആണ് നമ്മളുടെ ഉത്തരം വരുന്നത്.